നിങ്ങൾ എവിടെ കരഞ്ഞോ, എവിടെ നിലവിളിച്ചോ, എവിടെ അപമാനിക്കപ്പെട്ടോ, എവിടെ കൈപ്പോടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നിങ്ങൾ നേരിട്ടോ, കർത്താവ് ഒരു ദൂത് പറയാണ്, അവിടെ നിങ്ങൾ ആർപ്പിടും, അവിടെ നിങ്ങൾ സന്തോഷിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ തല എവിടെ കുനിയിക്കാൻ നോക്കിയോ ആ സ്ഥലത്ത് ദൈവം നിങ്ങളുടെ തലയെ ഉയർത്തും. ഇതൊരു ദൂതാണിത്, നിങ്ങൾ വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് തരുന്ന സന്ദേശം, ഇന്ന് തരുന്ന ആലോചന എസ്തറിൻ്റെ പുസ്തകത്തിലെ സംഭവമാണ്. 4-ാമത്തെ അധ്യായത്തിലെ ഒരു വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടും കൊണ്ട് പട്ടണത്തിന് നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഹല്ലേലൂയ. അതിന് തൊട്ട് പുറകിലുള്ള വാക്യം, 3-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം, ശൂശൻ പട്ടണം കലങ്ങിപ്പോയി. പട്ടണം കലങ്ങിപ്പോയി. യഹൂദന്മാരെ കൊണ്ട് നിറഞ്ഞിരുന്ന പട്ടണം കലങ്ങിപ്പോയി. മൊർദെഖായി അത്യുച്ചത്തിൽ കൈപ്പോടെ നിലവിളിച്ചു. ഹല്ലേലൂയ. 8-ാം അധ്യായത്തിന്റെ 15 മുതൽ വാക്യം എഴുതിയിരിക്കുന്നു, ശൂശൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. ഹല്ലേലൂയ. ശൂശൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. മൊർദെഖായി രാജകീയമായ പ്രൗഢിയിൽ അഭിമാനം പുരസ്സരം അംഗീകരിക്കപ്പെട്ട് പട്ടണത്തിലൂടെ അവനെ ആര് തകർക്കാൻ നോക്കിയോ അവനെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചു, ഇവനാണ് ഏറ്റവും ബഹുമാനപ്പെട്ട പുരുഷൻ. ഹല്ലേലൂയ. കർത്താവ് ഈ ദൂത് നൽകി തരുമ്പോൾ എന്നോട് സംസാരിച്ച കാര്യം ഇതാണ്. ഒരുപാട് പ്രിയപ്പെട്ടവർ നിരാശയിലൂടെ, കണ്ണുനീരിലൂടെ, വേദനയിലൂടെ കടന്നു പോവുകയാണ്. അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ അവരുടെ ഭാവിയെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ കൈപ്പാക്കി കളയുന്ന പ്രതിസന്ധികൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനർത്ഥങ്ങൾ, അപകടങ്ങൾ, തലമുറ പെട്ടെന്ന് നഷ്ടമായി പോകുന്ന അല്ലെങ്കിൽ കൈവിട്ടു പോകുന്ന പ്രതിസന്ധികൾ എല്ലാം വരുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് കണ്ട് കൈപ്പോടെ നിലവിളിക്കുക. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ വേദന മറ്റാരും അറിയുന്നില്ലെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്ന കൈപ്പേറിയ ജീവിതാനുഭവം ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നു ആ ദൈവം അറിയുന്നെന്ന് മാത്രമല്ല, ആ ദൈവം സ്ഥിതികളെ മാറ്റും. എവിടെ കലങ്ങിയോ, എവിടെ കൈപ്പോടെ നിലവിളിച്ചോ അവിടെ ആർക്കും അവിടെ സന്തോഷിക്കും. ഹല്ലേലൂയ. ഇസ്രായേൽ രാജ്യം ബാബേൽക്കാര് അതിനെ കീഴ്പ്പെടുത്തി, ഇസ്രായേലിനെ തകർത്ത് കീഴ്പ്പെടുത്തി ജനത്തെ അടിമയാക്കിയ ശേഷം പിന്നീട് ഇസ്രായേൽ ജനം നിവർന്നില്ല. BC 586 ശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സെരുബ്ബാബേലും നെഹമ്യാവും എസ്രായൊക്കെ വന്ന് ഒരു പുതുക്കിപ്പണിയൊക്കെ നടത്തിയെങ്കിലും വീണ്ടും സിറിയക്കാരും പേർഷ്യൻ രാജാക്കന്മാരൊക്കെ ഇസ്രായേലിനെ ഭരിക്കുവാൻ തുടങ്ങി. ആ കാലത്താണ് അഹശ്വേരോശ് രാജാവ് എന്ന് പറയുന്ന പേർഷ്യൻ രാജാവ് ലോകം മുഴുവൻ അല്ലെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യത്തിന് കീഴിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ കിടക്കുന്ന സമയം, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പേർഷ്യൻ സാമ്രാജ്യത്തിന് കീഴിൽ കിടക്കുന്ന ആ കാലഘട്ടത്തിൽ, BC 300-കളിൽ ആ കാലഘട്ടത്തിൽ യഹൂദന്മാരെ എവിടെയും കണ്ടാൽ കൊല്ലണമെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആ കാലത്ത് അവിടെ അഹശ്വേരോശ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന ഹാമാൻ യഹൂദന്മാരെ മുഴുവൻ കൊല്ലുവാൻ പദ്ധതി ഉണ്ടാക്കി. അതിന് കാരണം യഹൂദനായ മൊർദെഖായി ഹാമാന്റെ മുമ്പിൽ തലകുനിച്ചില്ല, അത്രയേ ഉള്ളൂ. ഹാമാന്റെ മുമ്പിൽ തലകുനിച്ചില്ല. അഹശ്വേരോശ് രാജാവിൻ്റെ പ്രധാനിയാണ് ഹാമാൻ. തലകുനിക്കാത്തത് കൊണ്ട് അവനെ വകവരുത്തുവാൻ തീരുമാനിച്ചത് മാത്രമല്ല, ഒരു നിയമകൽപ്പന എഴുതി ഉണ്ടാക്കി, ഈ ജാതിയെ മുഴുവനും കൊന്നു കളയണം, യഹൂദന്മാരെ മുഴുവൻ കൊന്നു കളയണം. 1-ാം മാസം 12-ാം തീയതിയാണ് അങ്ങനത്തെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. 11 മാസത്തെ സമയം കൊടുത്തു. 12-ാം മാസം 13-ാം തീയതി യഹൂദന്മാർ എവിടെയൊക്കെ ഉണ്ട് അവരെ എല്ലാം കൊന്നുമുടിക്കണം. ഇന്നും കാണുന്നുണ്ടല്ലോ ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കുവാൻ മതപരിവർത്തന നിരോധന ബില്ലെന്നൊക്കെ ഉള്ള പേരിൽ പല മേഖലയിലൂടെ ഉപദ്രവിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങി ഒരുപാട് പേരുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ദൈവരാജ്യത്തെയോ ദൈവസഭയോ തകർക്കുവാൻ ഒരു ഹാമാനും കഴിയേല. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവർ പ്രാർത്ഥിച്ചാൽ സ്ഥിതികളെല്ലാം മാറും. ഹല്ലേലൂയ. ഒടുവിൽ സംഭവിച്ചത് ഇതാണ്. ആ 11 മാസത്തിനിടയിൽ ചില ദിവസങ്ങൾ വേറിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എസ്തേറിൻ്റെ മൊർദെഖായിയുടെ അടുത്ത ബന്ധുവായ എസ്തേർ എന്ന് പറയുന്ന രാജ്ഞി മുഖാന്തരം വലിയ സ്ഥിതികൾക്ക് മാറ്റങ്ങൾ ദൈവം വരുത്തിയത് മാത്രമല്ല, അടുത്ത ദിവസങ്ങളിൽ തന്നെ
അടുത്ത നാളുകളിൽ തന്നെ ആ വിധിയെ രാജാവിനെ കൊണ്ട് ദൈവം മാറ്റി എഴുതിപ്പിച്ചു. അടുത്ത 12-ാം മാസം 13-ാം തീയതി ആയപ്പോൾ യഹൂദന്മാരെ ആരൊക്കെ കൊല്ലുവാൻ പ്ലാൻ ചെയ്തോ അവരെയൊക്കെ കൊല്ലുവാനായി യഹൂദന്മാർക്ക് തിരിച്ചൊരു കൽപ്പന രാജാവ് എഴുതി കൊടുക്കേണ്ടി വന്നു. ആമേൻ. അവിടെയാണ് എഴുതിയിരിക്കുന്നത് 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ, എന്നാൽ മൊർദെഖായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. അതിനു മുമ്പ് 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, മൊർദെഖായിയെ കൊല്ലുവാൻ കഴുമരം ഉണ്ടാക്കിയ ഹാമാൻ. മൊർദെഖായിയെ കൊല്ലുവാൻ കഴുമരം ഉണ്ടാക്കിയ ഹാമാൻ ആ കഴുമരത്തിൽ തൂക്കപ്പെടുവാനിടയായി. അതിന് തൊട്ട് മുമ്പായിട്ട് മൊർദെഖായിയെ രാജാവിൻ്റെ പ്രധാനിയായി അഭിമാന പുരസ്സരം ആ നാട്ടിലൂടെ മുഴുവൻ ആരവനെ കൊല്ലാൻ നോക്കിയോ അവനെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചു. 6-ാം അധ്യായം 10-ാം വാക്യം, രാജാവ് ഹാമാനോട്, നീ വേഗം ചെന്ന് വസ്ത്രവും കുതിരയും നീ പറഞ്ഞതുപോലെയൊക്കെയും കൊണ്ടുവന്ന് രാജാവിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്ന യഹൂദനായ മൊർദെഖായിക്ക് അങ്ങനെയൊക്കെയും ചെയ്യുക. നീ പറഞ്ഞതിൽ ഒന്നും കുറച്ചു കളയരുതെന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. രാജാവിൻ്റെ വസ്ത്രം, രാജാവിൻ്റെ മുദ്രമോതിരം, രാജാവിൻ്റെ കിരീടം ഇതെല്ലാം ധരിച്ചുകൊണ്ട് രാജാവിൻ്റെ കുതിരപ്പുറത്ത് കയറി രാജാവ് ബഹുമാനിക്കാനിരിക്കുന്നവനെ ഇങ്ങനെ ആദരിക്കുമെന്ന് പറഞ്ഞ് മൊർദെഖായിയെ ഹാമാൻ ആ ദേശത്തൂടെ എല്ലാം കൊണ്ടു നടക്കേണ്ടി വന്നു. നിങ്ങളെ പരിഹസിച്ചവർ കാണും, നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങളെ കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല, നിങ്ങൾ ന്യൂനപക്ഷമാണെന്നൊക്കെ പറഞ്ഞു, നിങ്ങളുടെ കൂടുതൽ ആരുമില്ലെന്ന് പറഞ്ഞൊക്കെ ഒറ്റപ്പെടുത്തി ഉപദ്രവിക്കാനും ഭീഷണിപ്പെടുത്താനും നിൽക്കുന്നവരൊക്കെ ഓർത്തോളം, സത്യദൈവത്തെ, യഥാർത്ഥ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ദൈവത്തിന് സകലം തിരിക്കാൻ കഴിയും. ആമേൻ. അവൻ പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞത്, എവിടെ നിങ്ങൾ നിന്ദിക്കപ്പെട്ടു, എവിടെ നിങ്ങൾ തകർക്കപ്പെട്ടു, എവിടെ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞു, എവിടെ നിങ്ങളെ ഓടിച്ചു കളയെന്ന് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഉപവസിച്ചാൽ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ ആര് നിങ്ങളെ ഓടിക്കാൻ വരുന്നോ അവൻ 7 വഴിയായി ഓടും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കർത്താവേ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. 25 സങ്കീർത്തനം, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തൻ ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ആമേൻ പറഞ്ഞേ. അമേൻ. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. കർത്താവിനെ കാത്തിരിക്കേ. നമ്മൾ പ്രതികരിക്കണം, ജഡത്തിലൊന്നും പ്രതികരിക്കണ്ട. കർത്താവിനെ കാത്തിരിക്കുന്നവൻ കർത്താവ് സമാപ്തി വരുത്തുമെന്ന് വിശ്വസിക്കണം. കർത്താവ് വ്യവഹരിക്കുമെന്ന് പ്രതീക്ഷിക്കണം. കർത്താവ് എനിക്ക് വേണ്ടി ഇടപെടുമെന്ന് വിശ്വസിക്കണം. കർത്താവ് ഇടപെടും. ഹല്ലേലൂയ. ഈ ദൈവം നമ്മുടെ കരച്ചിലിനെയും നമ്മുടെ വേദനയും നമ്മുടെ കയ്പിനെയും ഒക്കെ മധുരമാക്കി ആനന്ദമാക്കി തീർക്കുവാൻ കഴിയുന്ന ശക്തിയുള്ള ദൈവം. അതുകൊണ്ട് ഈ കർത്താവിനെ തന്നെ മുറുകെ പിടിച്ചോ, പ്രാർത്ഥിച്ചോ. പക്ഷെ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ദൈവസന്നിധി ഇരുന്നോണം. കർത്താവ് സ്ഥിതികൾക്ക് മാറ്റം വരുത്തും. നിങ്ങൾക്ക് എവിടെയും വഴിയില്ലെന്ന് ചിന്തിക്കരുത്. ഉപവസിക്കുന്നതിന് വഴിയുണ്ട്, കർത്താവിൻ്റെ കാൽച്ചൂട്ടിയിരിക്കുന്നതിന് വഴിയുണ്ട്. കർത്താവിലേക്ക് വരാതെ ലോകത്തിലെല്ലായിടത്തും ഓടി നടന്നിട്ട് ദൈവം പ്രവർത്തിച്ചിരുന്നത് പറയരുത്. കർത്താവിൻ്റെ കാൽക്കലിരുന്ന ഉറപ്പാണ്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഹല്ലേലൂയ. 30-ാം സങ്കീർത്തനത്തിലെ 2 വാക്യം കൂടെ കേൾക്കണം. 5-ാം വാക്യമാണ്. 1, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും. കരയാനൊരു സന്ധ്യ ഉണ്ടെങ്കിൽ ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ആമേൻ. കൊന്നുമുടിക്കുമെന്ന് പറഞ്ഞപ്പോൾ കലങ്ങിപ്പോയി, കൈപ്പോടെ നിലവിളിച്ചു. എന്നാൽ ദൈവം രേഖയെ തിരുത്തിയപ്പോൾ ആർപ്പ് വിളിച്ചു ആ ദേശം. ആമേൻ. നിങ്ങളെ ചൊല്ലി നിങ്ങളുടെ നാശം കാണാൻ നോക്കിയിരുന്ന ദേശത്ത് ദൈവത്തിൻ്റെ ജനം നിങ്ങൾ ആർക്കും, നിങ്ങൾ സന്തോഷിക്കും. എവിടെ നിങ്ങൾ നിലവിളിച്ചോ അവിടെ നിങ്ങൾ ആർപ്പിടും. രാമ്യം പറഞ്ഞ് അമേൻ. 30-ാം സങ്കീർത്തനം 11-ാം വാക്യം, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടനെ അഴിച്ച് സന്തോഷം ഉടുപ്പിച്ചു. എന്ന് വിശ്വസിക്കാമോ? നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ദൂത്. ദൈവം നിങ്ങളുടെ രട്ടിനെ അഴിച്ച്, ദുഃഖത്തിൻ്റെ രട്ടിനെ അഴിച്ചിട്ട് സന്തോഷം അവൻ ഉടുപ്പിക്കാൻ പോവുകയാണ്. പ്രിയ കർത്താവെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശത്തിൻ്റെ കർത്താവ്, ഈ ശബ്ദം ഏതൊക്കെ കാതുകളിലെത്തിയിരിക്കുന്നു, ഏതൊക്കെ മുറിയിലെത്തിയിരിക്കുന്നു, ഏതൊക്കെ ഇടങ്ങളിൽ, ഏത് ദേശത്തെത്തിയിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി കടന്നു ചെന്നിട്ട് ശൂഷൻ പട്ടണം കലങ്ങിയതിനെ, ശൂഷൻ പട്ടണം ദൈവത്തിൻ്റെ ജനം ഉപസിച്ചു കഴിഞ്ഞപ്പോൾ പട്ടണം ആർത്തതുപോലെ ഈ മക്കളിരിക്കുന്ന സ്ഥലം സന്തോഷിക്കട്ടെ, ഇവരുടെ കുടുംബം ആനന്ദിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ തലമുറ, ഇവരുടെ കുടുംബം കർത്താവ് ശാപങ്ങൾ വിട്ട് പുറത്തു വരട്ടെ. ഇവരെ ദുഃഖിപ്പിച്ച മേഖലയിൽ ആ ദേശത്ത് തന്നെ വലിയ ആർപ്പുണ്ടാകട്ടെ.
എവിടെ ഈ മക്കൾ കർത്താവ് വേദനിച്ചോ അവിടെ ഒരു ആർപ്പ് നിന്റെ മക്കൾക്ക് നൽകണമേ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവസ്ഥിതികൾക്ക് മാറ്റം വരുത്തും, അത്ഭുതം സംഭവിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് തരുന്ന ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കണം. എവിടെ നിങ്ങൾ നിലവിളിച്ചോ അവിടെ നിങ്ങളെ കൊണ്ട് ദൈവം ആർപ്പിടിക്കും. ആമേൻ. ഈ സന്ദേശം നിങ്ങൾ കുറേ പേർക്ക് പങ്കുവെക്കണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.